നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ പൊസിഷൻ ഒന്ന് വിലയിരുത്താം. ഈ ഒരു പൊസിഷനിൽ വൈറ്റിൻ്റെ കിങ് ഇരിക്കുന്നത് വളരെ മോശം പൊസിഷനിലാണ്. ബ്ലാക്കിൻ്റെ ബിഷപ്പുകളും ക്യൂനും F8 ഇരിക്കുന്ന റൂക്കും E4 ഇരിക്കുന്ന പോണും ഏത് നിമിഷവും കിങ് സൈഡിലേക്ക് വളരെ നല്ല ഒരു ആക്രമണം നടത്താവുന്ന ഒരു പൊസിഷനിലാണ് ഇരിക്കുന്നത്. എന്നാൽ ബ്ലാക്കിൻ്റെ കിങ് സൈഡ് സുരക്ഷിതമായിട്ടുമാണ് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ഇപ്പോൾ ആദ്യം നീക്കം നടത്തേണ്ടത് ബ്ലാക്ക് ആയിരുന്നു. വൈറ്റിന് C5 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയായിരുന്നുവെങ്കിൽ ബ്ലാക്കിൻ്റെ ബിഷപ്പ് പൂർണ്ണമായും നഷ്ടപ്പെടുമായിരുന്നു. ക്യൂൻ H3, ബ്ലാക്കിൻ്റെ D6 ഇരിക്കുന്ന ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വൈറ്റ് വളരെ സാഹസികമായ ഒരു നീക്കമാണ് നടത്തുന്നത്. ക്യൂൻ ക്രോസ് D6, റൂക്ക് F2, ബ്ലാക്കിൻ്റെ ബിഷപ്പ് സാക്രിഫൈസ് ചെയ്ത തൊട്ടടുത്തുള്ള നീക്കം തന്നെ വളരെ രസകരമായ ഒരു സാക്രിഫൈസ് കൂടി നടത്തുന്നു. എന്നാൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുത്തില്ല എങ്കിൽ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് G2 അല്ലെങ്കിൽ H2 എന്നീ സ്ക്വയറുകളിൽ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ബിഷപ്പ് ക്രോസ് F2. ഇപ്പോൾ ബ്ലാക്കിന് മികച്ച ഒരു നീക്കം കൂടി നടത്തുവാനുള്ള അവസരം ലഭിക്കുന്നു. പോൺ E3. പോൺ E3 എന്ന നീക്കം നടത്തുകയും F2 ഇരിക്കുന്ന ബിഷപ്പിനെ പോൺ ഉപയോഗിച്ച് ആക്രമിക്കുമ്പോൾ B7 ഇരിക്കുന്ന ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് കിങ്ങിന് ഒരു ചെക്ക് നൽകുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൺ D5. ബിഷപ്പ് കൊണ്ടുള്ള ഒരു ഡിസ്കവേർഡ് ചെക്ക് തരണം ചെയ്യുന്നതിന് മറ്റു നീക്കങ്ങൾ ഒന്നും ഉപകാരപ്രദമല്ല എന്നതുകൊണ്ടാണ് ക്യൂൺ D5 എന്ന നീക്കം നടത്തുന്നത്. ബിഷപ്പ് ക്രോസ് D5 പ്ലസ് ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ വെട്ടിയെടുക്കുകയും കിങ്ങിന് ഒരു ചെക്ക് നൽകുകയും ചെയ്യുന്നു. സി ക്രോസ് D5, വൈറ്റിൻ്റെ പോൺ ഉപയോഗിച്ചുകൊണ്ട് ബിഷപ്പിനെ വെട്ടിയെടുക്കുന്നു. ഇ ക്രോസ് F2. ഇ ക്രോസ് F2 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് വൈറ്റിന് നഷ്ടപ്പെടുകയും പോൺ ഉപയോഗിച്ച് E1 ഇരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. റൂക്ക് F1, റൂക്ക് F1 എന്ന നീക്കം നടത്തിക്കൊണ്ട് പോണിൻ്റെ മുൻപിലോട്ടുള്ള നീക്കം തടസ്സപ്പെടുത്തുന്നു. റൂക്ക് F8, എ ക്രോസ് B5. ഈ ഒരു നീക്കത്തിൻ്റെ ലക്ഷ്യം റൂക്കിനെ വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ക്യൂൻ G4, കിങ് G2. കിങ് G2 എന്ന നീക്കം നടത്തിയില്ല എങ്കിൽ ക്യൂ F3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുന്നു. ക്യൂൻ F3 പ്ലസ് കിങ് H3, റൂക്ക് F5. അടുത്തതായി റൂക്ക് H5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത്. റൂക്ക് A4, ബ്ലാക്കിൻ്റെ റൂക്ക് H5 എന്ന നീക്കം ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് RA4 എന്ന നീക്കം നടത്തുന്നത്. റൂക്ക് H5 പ്ലസ് റൂക്ക് H4, റൂക്ക് ക്രോസ് H4 പ്ലസ് കിങ് ക്രോസ് H4. കിങ് ഉപയോഗിച്ച് വെട്ടുന്നതിന് നിർബന്ധിതമാവുകയാണ്. കാരണം G3 ഇരിക്കുന്ന പോൺ ക്യൂനിൻ്റെ പിന്നിങ്ങിലായതുകൊണ്ട് പോൺ ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ വെട്ടിയെടുക്കുവാൻ സാധിക്കില്ല. ക്യൂൻ E2, ക്യൂൻ E2 എന്ന നീക്കം നടത്തിക്കൊണ്ട് F1 ഇരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു. റൂക്ക് D1, ക്യൂൻ ക്രോസ് D1, ബിഷപ്പ് ക്രോസ് D1, F1 സമം ക്യൂ, ബിഷപ്പ് G4, ക്യൂൻ G2, ബിഷപ്പ് H3. ബിഷപ്പ് H3 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്യൂനിനെ ആക്രമിക്കുന്നു. ക്യൂൻ ക്രോസ് H2, ബി ക്രോസ് A6, G5 പ്ലസ് G5 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് നൽകുന്നു. കാരണം കിങ് ക്രോസ് G5 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പിൻ്റെ സംരക്ഷണം നഷ്ടപ്പെടുകയും ബിഷപ്പിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിയെടുക്കുകയും ചെയ്യാം. കിങ് G4, H5 പ്ലസ് കിങ് ക്രോസ് H5, ക്യൂൻ ക്രോസ് H3 പ്ലസ്. ഇനി ഈ പൊസിഷനിൽ നിഷ്പ്രയാസം ബ്ലാക്കിന് വിജയിക്കുവാൻ സാധിക്കും. അടുത്ത ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.